ഞാനിപ്പോൾ ചിന്തിക്കുന്നതിനേക്കാൾ വലുതായി ചിന്തിക്കാൻ തുടങ്ങിയാലും, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനേക്കാൾ വേഗത്തിൽ ചെയ്യാൻ തുടങ്ങിയാലും എന്റെ ജീവിതം എങ്ങനെയായിരിക്കും? ഒരു നാളാകട്ടെയെന്നോ അടുത്ത വർഷമാകട്ടെയെന്നോ വിചാരിക്കാതെ ഇന്നുതന്നെ. കാരണം ജീവിതം യാദൃച്ഛികമായി മെച്ചപ്പെടുന്നതല്ല, മാറ്റങ്ങളിലൂടെയാണ് മെച്ചപ്പെടുന്നത്. ആ മാറ്റം തുടങ്ങുന്നത് താങ്കളുടെ ചിന്തകളിൽ നിന്നാണ്. കാര്യങ്ങൾ താങ്കൾക്കിഷ്ടമല്ലാത്ത രീതിയിലാണെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കുക. താങ്കളൊരു മരമല്ലല്ലോ. മിക്കവാറും ആളുകൾ അവരുടെ കഴിവിനൊത്ത ജീവിതം നയിക്കുന്നില്ല. അവർക്കതിന് കഴിവില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് വലുതായി ചിന്തിക്കാൻ ആരും അവരെ വെല്ലുവിളിക്കാത്തതുകൊണ്ടും എങ്ങനെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് പഠിപ്പിക്കാത്തതുകൊണ്ടുമാണ്. വിജയത്തിനൊരു വലിയ ബുദ്ധി ആവശ്യമില്ല. അതിന് ഒരു ദർശനവും അത്യാവശ്യമായ ഒരു കാര്യബോധവും മതി. താങ്കളുടെ ഭാവനയെ വികസിപ്പിക്കുകയും പിന്നീട് മടിച്ചു നിൽക്കാൻ താങ്കൾക്ക് തോന്നുന്നതിനു മുമ്പ് തന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. അതുകൊണ്ട് ഇന്ന് നമുക്ക് താങ്കളുടെ ദർശനത്തെ വെല്ലുവിളിക്കാം, താങ്കളുടെ വേഗതയെ വെല്ലുവിളിക്കാം. നമുക്ക് ഉദ്ദേശത്തോടുകൂടി വലിയ എന്തെങ്കിലും നേടാൻ ശ്രമിക്കാം. ചെറിയ ചിന്തകളുമായി വലിയൊരു ജീവിതം നയിക്കാൻ കഴിയില്ല. ഞാനത് ഒന്നുകൂടി പറയാം. ചെറിയ ചിന്തകളുമായി വലിയൊരു ജീവിതം നയിക്കാൻ കഴിയില്ല. എന്നിട്ടും മിക്ക ആളുകളും ചെറിയ ചിന്തകളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അവർ അതിജീവനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, വിപുലീകരണത്തെക്കുറിച്ചല്ല. പ്രശ്നങ്ങളെക്കുറിച്ചാണ്, സാധ്യതകളെക്കുറിച്ചല്ല. ജാഗ്രതയെക്കുറിച്ചാണ്, ബോധ്യത്തെക്കുറിച്ചല്ല. ഞാൻ പഠിച്ച ഒരു കാര്യമിതാണ്: അനായാസം മുന്നോട്ടു പോകുന്ന ഒരു കൂട്ടത്തിൽ ചേരാൻ ശ്രമിക്കരുത്. അവിടെ താങ്കൾക്ക് വളരാൻ കഴിയില്ല. എവിടെയാണോ പ്രതീക്ഷകൾ വലുതായിരിക്കുന്നത് അവിടെ പോകുക. പക്ഷെ മിക്ക ആളുകളും അത് ആഗ്രഹിക്കുന്നില്ല. അവർ സമ്മർദ്ദം ആഗ്രഹിക്കുന്നില്ല. അവർക്ക് സ്വയം വികസിപ്പിക്കേണ്ടതില്ല. അതുകൊണ്ട് അവർ അവരുടെ സ്വപ്നങ്ങളെ അവരുടെ സുരക്ഷിതത്വത്തിനനുസരിച്ച് ചെറുതാക്കി മാറ്റുന്നു. എന്നാൽ അതിനൊരു പ്രശ്നമുണ്ട്. താങ്കളുടെ ഭയം കാരണം താങ്കളുടെ കാഴ്ചപ്പാട് ചെറുതാക്കിയാൽ ശരാശരിക്ക് അപ്പുറത്തേക്ക് താങ്കൾക്ക് ഉയരാൻ കഴിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ശരാശരി എന്നത് ലക്ഷ്യമല്ല. താങ്കൾ ചിന്തിക്കുന്നുണ്ടാകും, ഞാൻ ചെറുതായിട്ടൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. അത് എങ്ങനെയാണ് പതിയെ പതിയെ താങ്കളുടെ ജീവിതത്തിൽ നുഴഞ്ഞുകയറുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. താങ്കൾക്ക് നേടാൻ കഴിയുമെന്ന് ഉറപ്പുള്ള സുരക്ഷിതമായ ലക്ഷ്യങ്ങൾ വയ്ക്കുന്നു. ഒരുപക്ഷെ അടുത്ത വർഷം എന്ന് പറയുന്നു. താങ്കളുടെ ആശയങ്ങളെ വെല്ലുവിളിക്കാത്ത ആളുകളുമായി താങ്കൾ സമയം ചെലവഴിക്കുന്നു. അപകടകരമാണെന്ന് തോന്നുന്നത് കാരണം ധീരമായ കാര്യങ്ങൾ ചെയ്യാൻ താങ്കൾക്ക് മടി തോന്നുന്നു. നല്ലത് മതിയെന്ന് താങ്കൾ തൃപ്തിപ്പെടുന്നു. ഞാൻ താങ്കളെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ താങ്കൾക്ക് കഴിയും. പക്ഷേ ചോദ്യം ഇതാണ്: താങ്കൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? എല്ലാം തുടങ്ങുന്നത് വിശ്വാസത്തിലാണ്. വിശ്വാസം വെളിച്ചം കൊണ്ടുവരുന്നു, അത് വഴി കാണിക്കുന്നു. താങ്കൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് താങ്കൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ താങ്കൾ അതിന് ശ്രമിക്കുകയില്ല. താങ്കൾ അതിന് ശ്രമിക്കുന്നില്ലെങ്കിൽ താങ്കൾക്ക് ഒരിക്കലും കൂടുതൽ നേടാൻ കഴിയില്ല. അതൊരു ചക്രമാണ്. അത് തുടങ്ങുന്നത് മനസ്സിൽ നിന്നാണ്. താങ്കൾ ചെയ്യുന്ന കാര്യങ്ങൾ താങ്കൾ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ്. താങ്കളുടെ ചിന്താരീതി മാറ്റുന്നില്ലെങ്കിൽ താങ്കൾ പഴയ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു കാര്യം വ്യക്തമാക്കട്ടെ: പതിവ് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു കുഴപ്പമുള്ള കാര്യമല്ല. അതൊരു പതിവാകുന്നതുവരെ, അത് സുരക്ഷിതമായി ഒതുങ്ങിയിരിക്കാനുള്ള ഒരു ഇടമാകുന്നതുവരെ, അതൊരു കൂട്ടിലാകുന്നതുവരെ. അതിലെ പ്രശ്നം എന്താണെന്നാൽ മിക്ക ആളുകളും അവർ ഒരു കെണിയിലാണെന്ന് അറിയുന്നില്ല. കാരണം ആ കെണി അവർക്ക് പരിചിതമാണ്. അവർ കരുതുന്നത് ജീവിതം ഇങ്ങനെയാണെന്നാണ്. എന്നെപ്പോലുള്ള ആളുകൾക്ക് ഇത്രയൊക്കെ ദൂരമേ പോകാൻ കഴിയുകയുള്ളൂ, ഇത്രയൊക്കെ മാത്രമേ എന്നെക്കൊണ്ട് പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അത് ചിന്തിക്കുന്നതല്ല, അതൊരു പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ എങ്ങനെയാണ് കൂടുതൽ വലുതായി ചിന്തിക്കുന്നത്? ഇവിടെയാണ് മാറ്റം തുടങ്ങുന്നത്. 1. കൂടുതൽ വലിയ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുക. ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാണ് എന്ന് ചോദിക്കരുത്. ഏതാണ് ഏറ്റവും നല്ല വഴി എന്ന് ചോദിക്കുക. എനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കരുത്. എനിക്കിത് എങ്ങനെ 10 ഇരട്ടി വലുതായി ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുക. 2. കൂടുതൽ വലിയ അന്തരീക്ഷങ്ങളിലേക്ക് സ്വയം തുറന്നുകാട്ടുക. നല്ല രീതിയിൽ താങ്കളെ ഭയപ്പെടുത്തുന്ന ആളുകളുള്ള ഒരു മുറിയിൽ കയറിയിരിക്കുക. ധൈര്യപൂർവ്വം ചിന്തിച്ച ആളുകളുടെ ജീവചരിത്രങ്ങൾ വായിക്കുക. വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർ എങ്ങനെ സംസാരിക്കുന്നു, ചിന്തിക്കുന്നു, നീങ്ങുന്നു എന്ന് ശ്രദ്ധിക്കുക. 3. താങ്കളുടെ കാഴ്ചപ്പാട് വികസിപ്പിക്കുക. അടുത്ത ആഴ്ചത്തേക്കുള്ള ലക്ഷ്യങ്ങളല്ല, അടുത്ത 10 വർഷത്തേക്കുള്ള ലക്ഷ്യങ്ങൾ എഴുതുക. താങ്കളുടെ ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടികയെക്കുറിച്ച് മാത്രമല്ല, താങ്കളുടെ പാരമ്പര്യത്തെക്കുറിച്ചും ചിന്തിക്കുക. താങ്കൾ ഒട്ടും മടിച്ചു നിന്നില്ലെങ്കിൽ താങ്കളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് സ്വയം ചോദിക്കുക. കാരണം താങ്കൾ വലുതായി ചിന്തിക്കാൻ തുടങ്ങിയാൽ താങ്കളുടെ ലോകവും വികസിക്കേണ്ടിവരും. അതിന് അങ്ങനെ തന്നെ നിൽക്കാൻ കഴിയില്ല. താങ്കളുടെ പെരുമാറ്റം താങ്കളുടെ ചിന്തയ്ക്കനുസരിച്ച് ഉയരാൻ തുടങ്ങും. ഒരു കോടീശ്വരനാകാൻ ലക്ഷ്യമിടുക, പണത്തിനു വേണ്ടിയല്ല, മറിച്ച് അത് നേടുമ്പോൾ താങ്കൾ എന്തായി മാറുമെന്നതിനാണ്. അതാണ് വലിയ ചിന്ത ചെയ്യുന്നത്. അത് താങ്കളെ മുന്നോട്ട് വലിക്കുന്നു. അത് താങ്കളിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെടുന്നു. ആ ആവശ്യത്തിൽ താങ്കൾ വളരുന്നു. പക്ഷേ വലുതായി ചിന്തിക്കുന്നത് മാത്രം പോരാ, താങ്കൾ വേഗത്തിൽ നീങ്ങണം. ഞാനൊരു കാര്യം കൂടി പറയാം: ഒരുപാട് കാലം കാത്തിരിക്കരുത്. സമയം പോകുന്നു. താങ്കളുടെ ദർശനത്തിന് ഒരു കാലഹരണ തീയതിയുണ്ട്. താങ്കളുടെ സ്വപ്നങ്ങൾക്ക് പ്രവൃത്തി ആവശ്യമാണ്. തീരുമാനമെടുക്കാത്ത അവസ്ഥ അവസരങ്ങളുടെ കള്ളനാണ്. ചെറിയ ചിന്തകൾ ചെറിയ പ്രവൃത്തികളിലേക്ക് നയിക്കുന്നു. ചെറിയ പ്രവൃത്തികൾ ചെറിയ ഫലങ്ങളിലേക്ക് നയിക്കുന്നു. അതല്ല
താങ്കളുടെ വിധി. അതുകൊണ്ട് ഇന്ന് താങ്കളുടെ കാഴ്ചപ്പാട് വികസിപ്പിക്കുക. വലിയ ചോദ്യങ്ങൾ ചോദിക്കുക. താങ്കളെ ഭയപ്പെടുത്തുന്ന ലക്ഷ്യങ്ങൾ വയ്ക്കുക. സ്വയം സത്യസന്ധമായിരിക്കുക. താങ്കൾ ഒരുപാട് ചെറുതായിട്ടാണോ ചിന്തിച്ചുകൊണ്ടിരുന്നത്? കാരണം താങ്കളുടെ ചിന്തകൾ മാറ്റുമ്പോൾ താങ്കളുടെ ലോകവും മാറുന്നു. ഒരു അടിയന്തരതാബോധമില്ലെങ്കിൽ ആഗ്രഹത്തിന് അതിന്റെ വില നഷ്ടപ്പെടുന്നു. ഇപ്പോൾ അതൊന്നും മനസ്സിലാക്കുക. കാരണം ഇതാണ് സത്യം. ഒരുപാട് ആളുകൾ വലിയ സ്വപ്നം കാണുന്നു. അവർ വലിയ കാര്യങ്ങൾ പറയുന്നു. അവർ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. പക്ഷേ അവർ പതുക്കെ നീങ്ങുന്നു. അവർ മടിച്ചു നിൽക്കുന്നു. അവർ വൈകിക്കുന്നു. കാര്യങ്ങൾ ശരിയായി തോന്നാൻ അവർ കാത്തിരിക്കുന്നു. അവർ കാത്തിരിക്കുമ്പോൾ ജീവിതം അവരെ കടന്നുപോകുന്നു. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. വിജയം വേഗതയെയാണ് പുരസ്കരിക്കുന്നത്. ആശയക്കുഴപ്പത്തെയോ തിടുക്കത്തെയോ അല്ല, മറിച്ച് വ്യക്തമായ തീരുമാനത്തെ, വ്യക്തമായ പ്രവൃത്തികളെ, സ്ഥിരമായ പ്രവൃത്തികളെയാണ്. ഞാനിത് വീണ്ടും വീണ്ടും കണ്ടിട്ടുണ്ട്. കഴിവുള്ള ആളുകൾ, വലിയ ചിന്തകർ, കൂർമ്മബുദ്ധിയുള്ളവർ, പക്ഷേ അവർ ഒരുപാട് ചിന്തിക്കുന്നു. അവർ കുറച്ചേ പ്രവർത്തിക്കുന്നുള്ളൂ. അവർ പൂർണ്ണതയ്ക്കായി കാത്തിരിക്കുന്നു. അവർ പ്രചോദനത്തിനായി കാത്തിരിക്കുന്നു. അവർ അനുവാദത്തിനായി കാത്തിരിക്കുന്നു. തീരുമാനമെടുക്കാത്ത അവസ്ഥ അവസരങ്ങളുടെ കള്ളനാണ്. താങ്കൾ കാണുന്നത് താങ്കളുടെ ഭാവിയെ നശിപ്പിക്കുന്നത് എപ്പോഴും പരാജയമല്ല, മറിച്ച് മടിച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. താങ്കൾക്ക് ആശയമുണ്ടായിരുന്നു. താങ്കൾക്ക് അവസരമുണ്ടായിരുന്നു. താങ്കൾക്ക് ഒരു സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ താങ്കൾ നീങ്ങിയില്ല. താങ്കൾ സ്വയം അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. താങ്കൾ വൈകിച്ചു. അതോടെ അത് ഇല്ലാതായി. ഞാൻ താങ്കളോട് നേരിട്ട് പറയാം, വൈകിക്കുന്നത് വലിയ നഷ്ടമാണ്. ഒരു ദിവസം എന്നുള്ളത് ഒരു കെട്ടുകഥയാണ്. ഒരു ദിവസം എന്നത് ശരാശരി ആളുകൾ ഇന്നത്തെ ദിവസം പാഴാക്കിയതിന് ന്യായീകരണം നൽകുന്ന ഒന്നാണ്. ഒരു ദിവസം ഞാൻ ആ ബിസിനസ് തുടങ്ങും. ഒരു ദിവസം ഞാൻ ആ പുസ്തകം എഴുതും. ഒരു ദിവസം ഞാൻ ഗൗരവമായി കാര്യങ്ങൾ ചെയ്യും. ഒരു ദിവസം ഞാൻ എന്നിൽ തന്നെ നിക്ഷേപിക്കും. പക്ഷേ ഇതാണ് കഠിനമായ സത്യം. താങ്കൾ ഇപ്പോൾ തുടങ്ങുന്നില്ലെങ്കിൽ ഒരുപക്ഷെ താങ്കൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല. കാരണം താങ്കൾ കാത്തിരിക്കുന്ന കാലം കൂടുന്തോറും താങ്കൾക്ക് കാത്തിരിക്കുന്നത് ഒരു ശീലമാകും. കാത്തിരിക്കുന്നത് താങ്കളുടെ ഒരു ശീലമായി കഴിഞ്ഞാൽ പുരോഗതി താങ്കൾക്കൊരു അപരിചിതനാകും. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത് പരിഭ്രാന്തരാകുക എന്നോ വെറുതെ തിടുക്കം കാണിക്കുക എന്നോ അല്ല. ഞാൻ പറയുന്നത് ഉദ്ദേശത്തോടുകൂടിയുള്ള അടിയന്തരബോധമാണ്. താങ്കളുടെ ആത്മാവിലുള്ള ഒരു തീയാണ്. ഇപ്പോൾ പ്രവർത്തിക്കാനുള്ള ഒരു പ്രതിബദ്ധതയാണ്. കാര്യങ്ങൾ എളുപ്പമായിരിക്കുമ്പോഴല്ല, പൂർണ്ണമായിരിക്കുമ്പോഴല്ല, മറിച്ച് ആവശ്യമുള്ളപ്പോൾ. ഞാനൊരു കാര്യം പറയാം, അത് എപ്പോഴും ആവശ്യമാണ്. കാരണം താങ്കൾ നീങ്ങിത്തുടങ്ങിയാൽ ഒരു ചെറിയ ചലനം ഉണ്ടാകാൻ തുടങ്ങും. ആ ചലനത്തിലാണ് വിജയം കുടികൊള്ളുന്നത്. നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാർ ഓടിക്കാൻ പ്രയാസമാണ്. പക്ഷേ അതൊന്ന് ഉരുളാൻ തുടങ്ങിയാൽ താങ്കൾക്ക് അത് ആവശ്യമുള്ളിടത്തേക്ക് തിരിക്കാൻ കഴിയും. താങ്കൾ ചിന്തിക്കുന്നുണ്ടാകും, എനിക്ക് വേഗത്തിൽ നീങ്ങേണ്ടതുണ്ടെന്നെനിക്കറിയാം, പക്ഷേ എങ്ങനെയാണ്? ആ ആന്തരിക അടിയന്തരബോധമുണ്ടാക്കാനുള്ള 5 വഴികളിതാ. 1. താങ്കൾക്ക് ചെറിയ സമയപരിധികൾ വെക്കുക. ഒരാഴ്ച കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യത്തിന് 1 മാസം കൊടുക്കരുത്. ചെറിയ സമയപരിധികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു. അത് ഒഴികഴിവുകൾ ഇല്ലാതാക്കുന്നു. 2. ദിവസേനയുള്ള പുരോഗതി അളക്കുക. താങ്കൾ അളക്കുന്നില്ലെങ്കിൽ ഊഹിക്കുകയാണ് ചെയ്യുന്നത്. ഉദ്ദേശങ്ങൾ മാത്രമല്ല, പ്രവർത്തനങ്ങളും ട്രാക്ക് ചെയ്യുക. 3. താമസിപ്പിക്കുന്നതിന് അനന്തരഫലങ്ങൾ ഉണ്ടാക്കുക. വിജയം എന്നത് പ്രതിഫലത്തെക്കുറിച്ച് മാത്രമല്ല, അത് ഉത്തരവാദിത്തത്തെക്കുറിച്ചുകൂടിയാണ്. ഒരാളോട് പറയുക, അത് പരസ്യമാക്കുക. ഒരു സമയപരിധി വയ്ക്കുക. എന്തെങ്കിലും പണയം വയ്ക്കുക. 4. തീരുമാനമെടുക്കുന്നതിലെ ക്ഷീണം ഒഴിവാക്കുക. താങ്കൾക്ക് 50 വഴികൾ ആവശ്യമില്ല. ഒരൊറ്റ വഴി മതി. തീരുമാനവും പ്രവർത്തനവും. ഒരുപാട് ചിന്തിക്കുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്നതിലേക്ക് നയിക്കുന്നു. 5. താങ്കൾ തയ്യാറാകുന്നതിന് മുമ്പ് തന്നെ തുടങ്ങുക. ഇത് വലിയ കാര്യമാണ്. താങ്കൾക്ക് ഒരിക്കലും പൂർണ്ണമായി തയ്യാറാണെന്ന് തോന്നില്ല. എന്നിരുന്നാലും തുടങ്ങുക. യാത്രയിൽ വെച്ച് താങ്കൾക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാം. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാ ലൈറ്റുകളും പച്ചയാകാൻ കാത്തിരിക്കരുത്. അതുണ്ടാകില്ല. ഇപ്പോൾ നീങ്ങുക. പിന്നീട് ശരിയാക്കുക. താങ്കൾ കാണുന്നത് പരാജയം പഠിപ്പിക്കുന്നു. പരാജയം മിനുക്കിയെടുക്കുന്നു. പരാജയം താങ്കളെ വളർത്തുന്നു. പക്ഷേ കാത്തിരിക്കുന്നത് താങ്കളെ ദുർബലപ്പെടുത്തുന്നു. അത് താങ്കളുടെ സ്വപ്നങ്ങളെ നിശബ്ദമാക്കുന്നു, ധൈര്യത്തെ ചെറുതാക്കുന്നു, തീയെ തണുപ്പിക്കുന്നു. താങ്കൾ കാത്തിരിക്കുന്ന കാലം കൂടുന്തോറും താങ്കളുടെ വിശ്വാസം കുറയുന്നു. അവസാനം ഒരു ദിവസം താങ്കൾ ഉണരുമ്പോൾ മനസ്സിലാകുന്നത് സമയം തീർന്നുപോയതല്ല, താങ്കൾ അത് കളഞ്ഞുവെന്നാണ്. വിജയികൾക്കറിയാവുന്ന രഹസ്യം ഇതാണ്. താങ്കൾ വേഗത്തിൽ നീങ്ങുമ്പോൾ താങ്കൾ മുന്നോട്ടു പോകുക മാത്രമല്ല ചെയ്യുന്നത്, താങ്കൾ വേഗത്തിൽ പഠിക്കുന്നു. താങ്കൾക്ക് വേഗത്തിൽ പ്രതികരണം ലഭിക്കുന്നു. താങ്കൾക്ക് വേഗത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയുന്നു. വെറും ചിന്തിച്ചതുകൊണ്ട് മാത്രം ഒരു കാര്യത്തിൽ താങ്കൾക്ക് വിദഗ്ധനാകാൻ കഴിയില്ല. പ്രവർത്തിച്ചു മാത്രമേ അതിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. വലിയ കാര്യങ്ങൾ ചെയ്യുക. താങ്കൾ ലക്ഷ്യമിടാത്തൊരു വസ്തുവിൽ താങ്കൾക്ക് അടിക്കാൻ കഴിയില്ല. അത് താറുമാറായതാണെങ്കിൽ പോലും നീങ്ങുക. അത് ചെറുതാണെങ്കിൽ പോലും നീങ്ങുക. കാരണം പുരോഗതി പൂർണ്ണതയേക്കാൾ എപ്പോഴും മികച്ചതാണ്. അപ്പോൾ ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, താങ്കൾ എന്തിനാണ് കാത്തിരിക്കുന്നത്?
തികഞ്ഞ നിമിഷത്തിനായി, ശരിയായ പ്രചോദനത്തിനായി, മറ്റൊരാളിൽ നിന്നുള്ള പച്ചക്കൊടിക്കായി. താങ്കൾക്ക് അതൊന്നും ആവശ്യമില്ല. താങ്കൾക്ക് അടിയന്തര ബോധം വേണം. താങ്കൾക്ക് ചലനം വേണം. താങ്കളുടെ സ്വപ്നത്തെ ഒരു ഹോബി പോലെ കാണുന്നത് നിർത്തണം. കാരണം വേഗത പ്രധാനമാണ്. താങ്കൾ വലുതായി ചിന്തിക്കുകയും പതുക്കെ നീങ്ങുകയും ചെയ്താൽ താങ്കൾക്കത് നഷ്ടമാകും. പക്ഷേ താങ്കൾ വലുതായി ചിന്തിക്കുകയും വേഗത്തിൽ നീങ്ങുകയും ചെയ്താൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെപ്പോലും അനിവാര്യമാക്കുന്ന ഒരു ചലനം താങ്കളുണ്ടാക്കും. അതുകൊണ്ട് ഇതാണ് താങ്കളുടെ ഇന്നത്തെ വെല്ലുവിളി. ആ കോൾ വിളിക്കുക, ആ പേജ് എഴുതുക, ആ ആശയം തുടങ്ങുക, ആ മെസ്സേജ് അയയ്ക്കുക, ആ തീരുമാനമെടുക്കുക. എന്താണെങ്കിലും അതിന്ന് ചെയ്യുക. ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സമയം കളയരുത്. ജീവിതം തുടങ്ങാൻ വേണ്ടി താങ്കളുടെ ജീവിതം മുഴുവൻ ഒരുങ്ങാൻ നിൽക്കരുത്. ഇപ്പോൾ തുടങ്ങുക, ഇപ്പോൾ നീങ്ങുക, ഇപ്പോൾ പ്രവർത്തിക്കുക. അച്ചടക്കം എന്നത് ലക്ഷ്യങ്ങളും നേട്ടങ്ങളും തമ്മിലുള്ള പാലമാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കാം. നമ്മൾ വലുതായി ചിന്തിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. നമ്മൾ വേഗത്തിൽ നീങ്ങുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ വിജയികളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് വെറും വേഗതയല്ല, അത് വെറും ആഗ്രഹവുമല്ല, അത് നിലവാരങ്ങളാണ്. താങ്കൾ കാണുന്നത് നിലവാരമില്ലാത്ത വേഗത കുഴപ്പങ്ങളുണ്ടാക്കും. അച്ചടക്കമില്ലാത്ത ആഗ്രഹം വെറും ശബ്ദമാണ്. പക്ഷേ താങ്കൾ ഉയർന്ന വേഗതയെ ഉയർന്ന നിലവാരങ്ങളുമായി കൂട്ടിച്ചേർക്കുമ്പോൾ വിജയം അനിവാര്യമായിത്തീരുന്നു. തിടുക്കത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ആശയത്തിൽ കുടുങ്ങുന്നത് എളുപ്പമാണ്. വേഗത്തിൽ നീങ്ങുക, കഠിനമായി പരിശ്രമിക്കുക, അത് പൂർത്തിയാക്കുക. പക്ഷേ ഞാൻ പഠിച്ച ഒരു കാര്യം ഇതാണ്: വിജയം എന്നത് 100 കാര്യങ്ങൾ ഒരു തവണ ചെയ്യുന്നതല്ല. അത് ചില കാര്യങ്ങൾ 100 തവണ മികവോടെ ചെയ്യുന്നതാണ്. താങ്കൾ ശരാശരിക്ക് മുകളിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താങ്കൾ കഠിനമായി പരിശ്രമിച്ചാൽ മാത്രം പോരാ. താങ്കൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കണം. താങ്കൾക്ക് മികവിന്റെ ഒരു പേരുണ്ടാക്കിയെടുക്കണം. സ്വയം സംസാരിക്കുന്ന നിലവാരം. കാരണം ഞാനൊരു കാര്യം പറയാം, ആളുകൾക്ക് നിലവാരം ഓർമ്മയുണ്ടാകും, ഉപഭോക്താക്കൾക്ക് നിലവാരം ഓർമ്മയുണ്ടാകും. വിജയം നിലവാരത്തിലാണ് പടുത്തുയർത്തുന്നത്. അതുകൊണ്ട് താങ്കൾ വേഗത്തിൽ നീങ്ങുമ്പോൾ നിലവാരം കുറയാൻ അനുവദിക്കരുത്. കാരണം വേഗത താങ്കളെ ശ്രദ്ധേയനാക്കുന്നു, പക്ഷേ നിലവാരങ്ങൾ താങ്കൾക്ക് വിശ്വാസം നേടിക്കൊടുക്കുന്നു. ഞാൻ താങ്കളോട് വ്യക്തിപരമായ ഒരു കാര്യം ചോദിക്കട്ടെ. എന്താണ് താങ്കളുടെ നിലവാരങ്ങൾ? നല്ലത് മതിയെന്ന് താങ്കൾ തൃപ്തിപ്പെടുന്നുണ്ടോ? ഒരു കാര്യം കഴിഞ്ഞാൽ താങ്കൾ നിർത്തുന്നുണ്ടോ? അതോ അത് കൃത്യമായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണോ? ആളുകൾ പ്രതീക്ഷിക്കുന്നത് താങ്കൾ നൽകുന്നുണ്ടോ? അതോ അതിനപ്പുറം പോകുന്നുണ്ടോ? താങ്കളുടെ നിലവാരങ്ങൾ താങ്കളുടെ ഫലങ്ങളെ നിർവചിക്കുന്നു. സത്യമെന്തെന്നാൽ മിക്ക ആളുകളും പരാജയപ്പെടുന്നത് കഴിവില്ലാത്തതുകൊണ്ടല്ല, അവർ ശരാശരിയെ സഹിക്കുന്നതുകൊണ്ടാണ്. മെച്ചപ്പെട്ട ഫലങ്ങൾക്കായി ആഗ്രഹിക്കരുത്. താങ്കളുടെ നിലവാരങ്ങൾ ഉയർത്തുക, ഫലങ്ങൾ പിന്നാലെ വരും. താങ്കൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ താങ്കളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുക. മെച്ചപ്പെട്ട ചിന്ത, കഠിനമായ പ്രയത്നം, വൃത്തിയുള്ള കാര്യനിർവഹണം, മികച്ച തയ്യാറെടുപ്പ് എന്നിവ പ്രതീക്ഷിക്കുക. കാരണം കഠിനാധ്വാനത്തിന് മാർക്കറ്റ് പണം നൽകുന്നില്ല, അത് മൂല്യത്തിനാണ് പണം നൽകുന്നത്. ആ മൂല്യം വരുന്നത് നിലവാരങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ ഇതാണ് രസകരമായ ഭാഗം. താങ്കൾ നിലവാരങ്ങൾ ഉയർത്തുമ്പോൾ താങ്കളുടെ വേഗത കുറയുന്നില്ല, അത് യഥാർത്ഥത്തിൽ കൂടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? കാരണം താങ്കളുടെ നിലവാരങ്ങൾ ഉയർന്നതാണെങ്കിൽ താങ്കൾ തെറ്റുകൾ തിരുത്തുന്നതിന് കുറവ് സമയം മാത്രമേ പാഴാക്കുന്നുള്ളൂ. താങ്കൾ വേഗത്തിൽ തീരുമാനങ്ങളെടുക്കുന്നു. താങ്കൾ ശ്രദ്ധാകേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിവാകുന്നു. താങ്കൾ വ്യക്തതയോടും ആത്മവിശ്വാസത്തോടും കൂടി കാര്യങ്ങൾ ചെയ്യുന്നു. മിക്ക ആളുകളും കരുതുന്നത് മികവ് കൂടുതൽ സമയമെടുക്കുമെന്നാണ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ദീർഘകാലത്തേക്ക് സമയം ലാഭിക്കുന്നു. ഉയർന്ന നിലവാരങ്ങൾ കാര്യക്ഷമതയുണ്ടാക്കുന്നു. ഉയർന്ന നിലവാരങ്ങളും ഉയർന്ന വേഗതയുമുണ്ടാക്കാൻ 5 വഴികളിതാ. 1. സ്വയം ക്രൂരമായി സത്യസന്ധനായിരിക്കുക. അഭിനയിക്കുന്നത് നിർത്തുക. താങ്കളുടെ കുറവുകൾ നേരിടുക. താങ്കളുടെ സ്വന്തം മടിയെ, താങ്കളുടെ സ്വന്തം ഒഴികഴിവുകളെ, താങ്കളുടെ സ്വന്തം കുറഞ്ഞ പ്രയത്നത്തെ വിളിച്ചു പറയുക. താങ്കൾക്ക് നേരിടാൻ കഴിയാത്തത് താങ്കൾക്ക് മാറ്റാൻ കഴിയില്ല. 2. മികവ് എന്താണെന്ന് തീരുമാനിക്കുക. അത് വ്യക്തമായി നിർവചിക്കുക. താങ്കളുടെ ആരോഗ്യം, ജോലി, ബന്ധങ്ങൾ എന്നിവയിൽ മികവ് എന്ന് പറയുന്നത് എന്താണ്? അത് വ്യക്തമല്ലെങ്കിൽ അതിന് സ്ഥിരതയുണ്ടാകില്ല. 3. താങ്കളുടെ ദിവസേനയുള്ള ശീലങ്ങൾ പരിശോധിക്കുക. മികവ് എന്നത് ഒരു ലക്ഷ്യമല്ല, അതൊരു ശീലമാണ്. താങ്കൾ എല്ലാ ദിവസവും എന്തു ചെയ്യുന്നു? അതാണ് താങ്കളുടെ നിലവാരം. 4. താങ്കളുടെ കൂട്ടുകാരെ മെച്ചപ്പെടുത്തുക. സ്വന്തം കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെടുന്ന ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുക. താങ്കളുടെ നിലവാരങ്ങൾ താങ്കളുടെ ചുറ്റുമുള്ള എല്ലാവരേക്കാളും ഉയർന്നതാണെങ്കിൽ താങ്കൾ തെറ്റായ കൂട്ടത്തിലാണ്. 5. താങ്കൾ വാഗ്ദാനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നൽകുക. എപ്പോഴും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി അധികം നൽകുക. താങ്കൾ തുടങ്ങിയതിനേക്കാൾ ശക്തമായി പൂർത്തിയാക്കുക. സ്ഥിരതയ്ക്കും നിലവാരത്തിനും വേണ്ടി ആളുകൾ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാകുക. ശരാശരിക്കെതിരെയുള്ള ഏറ്റവും നല്ല പ്രതികാരം മികവാണ്. നമുക്ക് ആ സൂത്രവാക്യത്തിലേക്ക് തിരിച്ചുപോകാം. വലിയ ചിന്ത ദർശനം വയ്ക്കുന്നു. വേഗത്തിലുള്ള ചലനം ആക്കമുണ്ടാക്കുന്നു. പക്ഷേ നിലവാരങ്ങൾ അതിന് സ്ഥിരത നൽകുന്നു. നിലവാരമില്ലാത്ത വേഗത താങ്കൾ ക്ഷീണിച്ചു പോകുന്നു.
വേഗതയില്ലാത്ത നിലവാരങ്ങൾ താങ്കൾ പിന്നിലാകുന്നു. പക്ഷേ അവ രണ്ടും ഒന്നിച്ചു ചേർക്കുമ്പോൾ താങ്കൾക്ക് തടസ്സമില്ലാത്തവനായി തീരാൻ കഴിയും. താങ്കൾ വേഗത്തിൽ നീങ്ങുന്നു. താങ്കൾ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നു. താങ്കൾ സ്പർശിക്കുന്ന എല്ലാ കാര്യങ്ങളിലും താങ്കൾ വിശ്വാസമുണ്ടാക്കുന്നു. വിജയം താങ്കളുടെ വാതിൽക്കൽ വന്ന് നിൽക്കുന്ന ഒന്നല്ല. താങ്കൾ സ്വയം എന്തായി മാറണമെന്ന് പ്രതീക്ഷിക്കുന്നുവോ അതിലൂടെ അത് ആകർഷിക്കപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാം. കാരണം ഇത് വെറും പ്രകടനത്തെക്കുറിച്ചല്ല, ഇത് സ്വഭാവത്തെക്കുറിച്ചാണ്. താങ്കൾ കാണുന്നത് നിലവാരങ്ങൾ താങ്കളുടെ ആഗ്രഹങ്ങളിൽ നിന്നല്ല വരുന്നത്, താങ്കൾ ആരാണെന്നതിൽ നിന്നാണ് വരുന്നത്. സമഗ്രതയുള്ള ഒരാൾ മോശം ജോലി ചെയ്യില്ല. ഉദ്ദേശമുള്ള ഒരാൾ കുറുക്കുവഴികൾ എടുക്കില്ല. ദർശനമുള്ള ഒരാൾ ശരാശരിയെ സഹിക്കില്ല. അതുകൊണ്ട് താങ്കൾക്ക് താങ്കളുടെ നിലവാരങ്ങൾ ഉയർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ താങ്കളുടെ സ്വത്വം ഉയർത്തുന്നതിലൂടെ തുടങ്ങുക. സ്വയം ചോദിക്കുക, ഞാൻ ഏത് തരത്തിലുള്ള വ്യക്തിയായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? താങ്കളുടെ ഉത്തരം താങ്കളുടെ ശീലങ്ങളിൽ കാണിക്കട്ടെ. താങ്കൾ എന്തിനെയാണോ സഹിക്കുന്നത് അത് താങ്കൾക്ക് ലഭിക്കുന്നു. താങ്കൾ താമസിപ്പിക്കുന്നത് സഹിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ പതുക്കെ നീങ്ങും. താങ്കൾ ശരാശരിയെ സഹിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ അതുതന്നെയായി മാറും. താങ്കൾ ഒഴികഴിവുകളെ സഹിക്കുന്നുണ്ടെങ്കിൽ അവ താങ്കളുടെ ഭാവിയെ നിർവചിക്കും. പക്ഷേ താങ്കൾ കൂടുതൽ പ്രതീക്ഷിക്കുകയും കൂടുതൽ ആവശ്യപ്പെടുകയും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്താൽ വിജയത്തിന് അതിനോട് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വലുതായി ചിന്തിക്കുക, വേഗത്തിൽ നീങ്ങുക, ഓരോ ദിവസവും നിലവാരങ്ങൾ ഉയർത്തുക. താങ്കളുടെ പ്രകടനം കാരണം താങ്കളുടെ പ്രതീക്ഷകൾ കുറയ്ക്കരുത്. താങ്കളുടെ പ്രതീക്ഷകൾ കാരണം താങ്കളുടെ പ്രകടനം ഉയർത്തുക. അതായിരിക്കട്ടെ താങ്കളുടെ ജീവിതരീതി. മിക്ക ആളുകളും 1 വർഷം കൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ അതിയായി കണക്കാക്കുന്നു. 5 വർഷം കൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കുറച്ചായി കണക്കാക്കുന്നു. നമുക്കതിനെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കാം. നമ്മൾ തൽക്ഷണ സംതൃപ്തി, പെട്ടെന്നുള്ള വിജയങ്ങൾ, വേഗത്തിലുള്ള ഫലങ്ങൾ എന്നിവയെ വാഴ്ത്തുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. എല്ലാവർക്കും പ്രക്രിയയില്ലാതെ ഫലം വേണം. എല്ലാവർക്കും പഴം വേണം. പക്ഷേ മരം നട്ടതിനു ശേഷം കാത്തിരിക്കാൻ ചില ആളുകൾ മാത്രമേ തയ്യാറുള്ളൂ. എന്നാൽ യഥാർത്ഥ ജീവിതം അങ്ങനെ പ്രവർത്തിക്കില്ല. വിജയത്തിന്റെ ജീവിതം അങ്ങനെയല്ല. പ്രാധാന്യത്തിന്റെ ജീവിതം അങ്ങനെയല്ല. ഞാൻ പഠിച്ചൊരു കാര്യം പറയാം. നിലനിൽക്കുന്ന നേട്ടത്തിന്റെ താക്കോലിതാണ്. ദീർഘകാലം ചിന്തിക്കുക, ഇപ്പോൾ പ്രവർത്തിക്കുക. ഞാൻ താങ്കളോടൊരു കാര്യം ചോദിക്കട്ടെ. താങ്കൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? ഒരു പദ്ധതി, ഒരു ലക്ഷ്യം, ഒരു പുതിയ ശീലം. എന്നിട്ട് 1-2 ആഴ്ചയ്ക്ക് ശേഷം താങ്കൾ അത് ഉപേക്ഷിച്ചു. അതിന് പ്രാധാന്യമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അത് ആവശ്യത്തിന് വേഗത്തിൽ വരാത്തതുകൊണ്ടാണ്. കെണിയിലേക്ക് സ്വാഗതം. നമ്മളൊരു മൈക്രോവേവ് സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ വിജയം ഇപ്പോഴും ഒരു ക്രോക്ക് പോട്ടിലാണ് പാചകം ചെയ്യുന്നത്. താങ്കൾ കാണുന്നത് മിക്ക ആളുകളും പരാജയപ്പെടുന്നത് അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ആവശ്യത്തിന് കാലം പ്രതിബദ്ധരായി തുടരാൻ അവർക്ക് കഴിയാത്തതുകൊണ്ടാണ്. അവർക്ക് ഫലം വേണം, പക്ഷേ അതിന്റെ സമയപരിധിക്ക് വേണ്ടി കാത്തിരിക്കാൻ അവർ തയ്യാറല്ല. അവർ പെട്ടെന്നുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നു, പ്രധാനപ്പെട്ട കാര്യങ്ങളെ അവഗണിക്കുന്നു. അങ്ങനെയാണ് ദീർഘകാല സ്വപ്നങ്ങൾ പതിയെ പതിയെ ഹ്രസ്വകാല തീരുമാനങ്ങളിൽ മരിക്കുന്നത്. യഥാർത്ഥ നിർമ്മാതാക്കൾ, യഥാർത്ഥ കാര്യങ്ങൾ ചെയ്യുന്നവർ, യഥാർത്ഥ നേതാക്കന്മാർ അവർ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരല്ല. അവർ ചോദിക്കുന്നത്, 10 വർഷം കഴിയുമ്പോൾ ഞാൻ എന്ത് തരത്തിലുള്ള ജീവിതമാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ എന്ത് തരത്തിലുള്ള വ്യക്തിയായിട്ടാണ് മാറാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ എന്ത് തരത്തിലുള്ള പാരമ്പര്യമാണ് അവശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? അത്തരം ചിന്തകൾ, അതാണ് ശക്തി. കാരണം താങ്കൾ താങ്കളുടെ ദർശനം വികസിപ്പിച്ചു കഴിഞ്ഞാൽ താങ്കൾ മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും. താങ്കൾ ചെറിയ കാര്യങ്ങൾക്കായി സമയം പാഴാക്കുന്നത് നിർത്തും. താങ്കൾ അംഗീകാരത്തിന് പിന്നാലെ പോകുന്നത് നിർത്തും. താൽക്കാലികമായ സുരക്ഷിതത്വം കാരണം താങ്കളുടെ ഭാവിയെ നശിപ്പിക്കുന്നത് നിർത്തും. അച്ചടക്കത്തിന് കുറഞ്ഞ ഭാരമേയുള്ളൂ, പശ്ചാത്താപത്തിന് ടൺ കണക്കിന് ഭാരമുണ്ട്. ദീർഘകാലം ചിന്തിക്കുന്ന ആളുകൾ ഇന്ന് തന്നെ പണിയാൻ തുടങ്ങുന്നു. കാരണം അവർക്കറിയാം സമയം വിലയേറിയതാണെന്ന്. പാഴാക്കാനുള്ളതല്ല, ആഗ്രഹിക്കാനുള്ളതല്ല, മറിച്ച് പ്രവർത്തിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതാണ് മാറ്റം. താങ്കളുടെ പ്രവർത്തനങ്ങളിൽ അടിയന്തര ബോധം, താങ്കളുടെ ദർശനത്തിൽ ദീർഘകാല ചിന്ത. താങ്കൾ കാണുന്നത് വെറും അടിയന്തര ബോധം ആശയക്കുഴപ്പത്തിലേക്ക് നയിച്ചേക്കാം. വെറും ദീർഘകാല ചിന്ത മാത്രം മടിയിലേക്ക് നയിച്ചേക്കാം. പക്ഷേ താങ്കൾ അവ രണ്ടും ഒന്നിച്ചു ചേർക്കുമ്പോൾ താങ്കൾ ഒരു തന്ത്രപരമായ അടിയന്തര ബോധം ഉണ്ടാക്കുന്നു. താങ്കൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് താങ്കൾക്ക് അറിയാവുന്നതുകൊണ്ട് താങ്കൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ലക്ഷ്യം അതിന് അർഹമായതുകൊണ്ട് താങ്കൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. താങ്കൾ ഒരു വാരാന്ത്യ പദ്ധതി ഉണ്ടാക്കുകയല്ല, മറിച്ച് ഒരു ജീവിതമുണ്ടാക്കുകയാണ്. അതുകൊണ്ട് താങ്കൾ നേരത്തെ തന്നെ ഉപേക്ഷിക്കുന്നില്ല. ഞാനത് വീണ്ടും പറയാം. താങ്കൾ ഒരു ജീവിതമുണ്ടാക്കുകയാണ്. വലിയ ജീവിതങ്ങൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നതല്ല, അത് ദിവസവും ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ശ്രദ്ധാകേന്ദ്രങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. സ്ക്രോളുകൾ, അറിയിപ്പുകൾ, ശബ്ദം. എല്ലാ ദിവസവും താങ്കളുടെ ശ്രദ്ധ താങ്കളുടെ ഭാവിയുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്നു. താങ്കൾക്ക് എളുപ്പവഴികൾ വിൽക്കപ്പെടുന്നു. ഇപ്പോൾ നല്ലതായി തോന്നുന്ന കാര്യങ്ങൾ കൊണ്ട് താങ്കൾ പ്രലോഭിപ്പിക്കപ്പെടുന്നു. താങ്കൾക്കൊരു ഉദ്ദേശമില്ലെങ്കിൽ താങ്കളുടെ വിളിയെ താങ്കൾ സുരക്ഷിതത്വത്തിനായി കൈമാറ്റം ചെയ്യും.
അതുകൊണ്ടാണ് ദീർഘകാല ചിന്ത ഇപ്പോൾ ഒരു ഓപ്ഷൻ അല്ലാത്തത്. അത് അത്യാവശ്യമാണ്. താങ്കൾക്ക് സൂം ഔട്ട് ചെയ്യേണ്ടതുണ്ട്. താങ്കൾക്ക് കൂടുതൽ ദൂരം കാണേണ്ടതുണ്ട്. താങ്കൾക്ക് പാരമ്പര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം താങ്കൾ താങ്കളുടെ ഭാവിയെ നിർവചിക്കുന്നില്ലെങ്കിൽ ശ്രദ്ധാകേന്ദ്രങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യും. ഞാൻ താങ്കൾക്ക് ചില പ്രായോഗികമായ കാര്യങ്ങൾ തരാം. താങ്കളുടെ ശ്രദ്ധയെ മൂർച്ച കൂട്ടാനും താങ്കളുടെ ചിന്തയെ വികസിപ്പിക്കാനും കഴിയുന്ന 5 ലളിതമായ കാര്യങ്ങളിതാ. 1. 10 വർഷം കഴിയുമ്പോൾ താങ്കളെ സ്വയം കാണുക. അത് എഴുതിവെക്കുക. താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്? താങ്കൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? താങ്കളുടെ ഒരു ദിവസം എങ്ങനെയിരിക്കും? വ്യക്തത ദിശാബോധം നൽകുന്നു. 2. ദർശനത്തിൽ നിന്ന് പിന്നോട്ട് പ്രവർത്തിക്കുക. അതാണ് താങ്കൾക്കാകേണ്ടതെങ്കിൽ ഈ വർഷം, ഈ മാസം, ഇന്നെന്തു നടക്കണം? ചാടിയല്ല താങ്കൾ ഒരു മല കയറുന്നത്. ഓരോ പടിയായിട്ടാണ് താങ്കൾ അത് ചെയ്യുന്നത്. 3. ദിവസേനയുള്ള ശ്രദ്ധാകേന്ദ്രങ്ങൾ പരിശോധിക്കുക. താങ്കളുടെ ഫോൺ, താങ്കളുടെ ടെലിവിഷൻ, താങ്കളുടെ ശീലങ്ങൾ. അത് താങ്കളുടെ ഭാവിയെ മോഷ്ടിക്കുകയാണെങ്കിൽ അത് പരിമിതപ്പെടുത്തുക. താങ്കളുടെ സമയം ഒരു നിധി പോലെ സൂക്ഷിക്കുക. കാരണം അതങ്ങനെ തന്നെയാണ്. 4. ഇന്നത്തെ പ്രവൃത്തികളെ നാളത്തെ ഫലവുമായി ബന്ധിപ്പിക്കുക. വെറുതെ കഠിനാധ്വാനം ചെയ്യരുത്. ഇന്ന് താങ്കൾ ചെയ്യുന്ന കാര്യങ്ങളെ താങ്കൾ നാളെ പിന്തുടരുന്ന സ്വപ്നവുമായി ബന്ധിപ്പിക്കുക. ഇത് സാധാരണ കാര്യങ്ങൾക്ക് ഒരു അർത്ഥം നൽകുന്നു. 5. ഒഴുക്കിനനുസരിച്ച് പോകുന്നവരെയല്ല, മറിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരെ ചുറ്റിലും വയ്ക്കുക. താങ്കളുടെ ചുറ്റുമുള്ള എല്ലാവരും വാരാന്ത്യത്തിനായി ജീവിക്കുമ്പോൾ താങ്കൾക്ക് ദീർഘകാലം ചിന്തിക്കാൻ കഴിയില്ല. വളരാനും പണിയാനും നയിക്കാനും താങ്കളെ വെല്ലുവിളിക്കുന്ന ആളുകളെ കണ്ടെത്തുക. താങ്കൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന 5 ആളുകളുടെ ശരാശരിയാണ് താങ്കൾ. വിജയം എന്നത് എല്ലാ ദിവസവും പരിശീലിക്കുന്ന ചില ലളിതമായ അച്ചടക്കങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കട്ടെ, താങ്കൾ എന്ത് അച്ചടക്കങ്ങളാണ് പരിശീലിക്കുന്നത്? താങ്കൾ എന്ത് സ്വത്വമാണ് ഊട്ടിയുറപ്പിക്കുന്നത്? കാരണം അതാണ് താങ്കളുടെ പാരമ്പര്യമായി തീരുന്നത്. താങ്കൾ ഒരു പ്രവൃത്തിയിലൂടെ വിജയിയാകുന്നില്ല. 1000 ചെറിയ തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് താങ്കൾ അത് നേടുന്നത്. ആളുകൾ താങ്കളെ ശ്രദ്ധിക്കുന്നുണ്ട്. താങ്കളുടെ സുഹൃത്തുക്കൾ, താങ്കളുടെ കുടുംബം, താങ്കളുടെ കുട്ടികൾ, ഒരു വാക്കുപോലും പറയാത്തവർ പോലും. താങ്കൾ എങ്ങനെ നീങ്ങുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ താങ്കളുടെ ജീവിതം നയിക്കുന്നു എന്നെല്ലാം അവർ ശ്രദ്ധിക്കുന്നു. താങ്കളുടെ ഉദാഹരണം ഒന്നുകിൽ ഒരു മാതൃകയായിരിക്കും, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായിരിക്കും. ഞാനത് വീണ്ടും പറയാം. താങ്കളുടെ ജീവിതം ഒന്നുകിൽ ഒരു മാതൃകയായിരിക്കും, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തീരുമാനിക്കുക. താങ്കൾ പിന്തുടരാൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തിയാണോ? താങ്കളുടെ ശീലങ്ങൾ പ്രചോദനം നൽകുമോ? താങ്കളുടെ തൊഴിൽ രീതി നിലവാരം ഉയർത്തുമോ? താങ്കളുടെ നിലവാരങ്ങൾ മറ്റുള്ളവരെ വളരാൻ വെല്ലുവിളിക്കുമോ? കാര്യങ്ങൾ എളുപ്പമാകാൻ ആഗ്രഹിക്കരുത്. താങ്കൾ മെച്ചപ്പെടാൻ ആഗ്രഹിക്കുക, എന്നിട്ട് മെച്ചപ്പെടുക. ഒരുപാട് ആളുകൾ അവരുടെ ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അവർ അവരുടെ ദിവസം മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് സത്യം. മാറ്റിയെടുത്ത ദിവസങ്ങളില്ലാതെ മാറ്റിയെടുത്ത ജീവിതം എന്ന് പറയുന്ന ഒന്നില്ല. താങ്കൾക്ക് താങ്കളുടെ വരുമാനം മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ താങ്കൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റുക. താങ്കൾക്ക് താങ്കളുടെ ഭാവി മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ താങ്കൾ ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യങ്ങൾ മാറ്റുക. താങ്കൾക്ക് ഒരു പാരമ്പര്യമുണ്ടാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓരോ മണിക്കൂറും പ്രാധാന്യമുള്ളതാക്കുക. ഉപഭോക്താവിനെപ്പോലെ ചിന്തിക്കുന്നത് നിർത്തി ഒരു സ്രഷ്ടാവിനെപ്പോലെ ചിന്തിക്കാൻ അത് താങ്കളെ വെല്ലുവിളിക്കുന്നു. എനിക്ക് എന്ത് ലഭിക്കുന്നു എന്ന് ചോദിക്കുന്നത് നിർത്തി ഞാൻ എന്ത് അവശേഷിപ്പിക്കുന്നു എന്ന് ചോദിക്കാൻ തുടങ്ങുക. ആളുകളെ അവരുടെ ജോലികളിൽ മാത്രമല്ല അവരുടെ ജീവിതത്തിലും സഹായിക്കാൻ പഠിക്കുക. അതാണ് പ്രധാനപ്പെട്ട ജോലി. അത് താങ്കളിൽ നിന്നാണ് തുടങ്ങുന്നത്. താങ്കൾക്ക് മറ്റൊരു സെമിനാർ ആവശ്യമില്ല. താങ്കൾക്ക് മറ്റൊരു യൂട്യൂബ് വീഡിയോ ആവശ്യമില്ല. പ്രചോദനം വരാൻ താങ്കൾ കാത്തിരിക്കേണ്ടതില്ല. താങ്കൾ ആവശ്യത്തിന് കേട്ടു. താങ്കൾ ആവശ്യത്തിന് പഠിച്ചു. താങ്കൾക്ക് ആവശ്യത്തിനറിയാം. ഇപ്പോൾ അത് ചെയ്യാനുള്ള സമയമാണ്. പ്രവർത്തിക്കാനുള്ള, നയിക്കാനുള്ള, ആയിത്തീരാനുള്ള സമയം. നാളെയല്ല, അടുത്ത തിങ്കളാഴ്ചയുമല്ല, ജീവിതം പതിയാകുമ്പോൾ അല്ല. താങ്കളുടെ ജീവിതം ഒരു കഥ പറയും. അതുകൊണ്ട് അതൊരു നല്ല കഥയാക്കുക. അത് അച്ചടക്കത്തിന്റെ, ധൈര്യത്തിന്റെ, സ്ഥിരതയുടെ, ജ്ഞാനത്തിന്റെ, പാരമ്പര്യത്തിന്റെ ഒരു കഥയാക്കുക. എല്ലാ തീരുമാനങ്ങൾക്കും പ്രാധാന്യമുണ്ട്. എല്ലാ ദിവസങ്ങളും കൂടിച്ചേരുന്നു.